JCI കാസർഗോഡിന്റെ സുവർണ ജൂബിലി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി യുവതലമുറയിൽ JCI മൂല്യങ്ങളും ദർശനങ്ങളും കൂടുതൽ ആഴത്തിലേക്ക് എത്തിക്കുന്നതിനായി JCI ക്രീഡ് വ്യാഖ്യാന മത്സരം സംഘടിപ്പിക്കും. JCI ഇന്ത്യൻ സോൺ 19ന്റെ പരിധിയിൽ വരുന്ന കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ 15നും 40നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. 2026 ജനുവരി 25 മുതൽ ഫെബ്രുവരി 25 വരെയുള്ള കാലയളവിൽ JCI ക്രീഡിന്റെ ആന്തരാർത്ഥവും അതിന്റെ ജീവിതപരമായ പ്രസക്തിയും പ്രാധാന്യവും വ്യാഖ്യാനിച്ചുള്ള ലേഖനങ്ങൾ അയച്ചു നൽകേണ്ടതാണെന്നും മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനം നേടുന്നവർക്ക് ഓരോ ജില്ലയ്ക്കും യഥാക്രമം 10,000 രൂപ, 5,000 രൂപ വീതം ക്യാഷ് അവാർഡും മറ്റു പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്നതാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ ഈ വർഷം 50ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വർഷത്തെ 50ാം വാർഷികത്തിന്റെ ഒരു ഭാഗമായി നമ്മുടെ ഒരു കുറെ പ്രോജക്റ്റുകളുണ്ട്. അതിൽ ഒന്നാണ് ഈ പറയുന്ന JC ക്രീഡിന്റെ ഒരു ഉള്ളടക്കം എന്താണ്, അതിന്റെ ഒരു സോൾ എന്താണ് എന്ന് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർഷം ഒരു പ്രോജക്റ്റായി നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ സമകാലിക ഈ ഒരു ജീവിതത്തിൽ JC എന്ന ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഒരു JC ക്രീഡ് ഉണ്ട്. ആ ക്രീഡിനെ കുറിച്ച് നമ്മുടെ ഇവിടെ പറയും. സാർ, അതിൽ കാര്യങ്ങളുണ്ട്. അപ്പൊ JC ക്രീഡിൽ പറയുന്ന കാര്യങ്ങൾ, ആ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പൊതുജനങ്ങൾക്ക് അതിന് എന്താണ് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മത്സരം വെച്ചുകൊണ്ട് കാസർഗോഡ്, കണ്ണൂർ, വയനാട് ഈ മേഖലകളിൽ JC ഓർ നോൺ JC ആരും ആയിക്കോട്ടെ അതിൽ പങ്കെടുക്കാം. അവർക്ക് നമ്മൾ എന്താണ് ഒരു ക്യാഷ് പ്രൈസ് കൂടി വെച്ചുകൊണ്ട് ഈ പറയുന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. JCI കാസർഗോഡ് ഭാരവാഹികളായ നിസാർ തായൽ, യതീഷ് വെള്ളാൽ, CK അജിത് കുമാർ, K നാഗേഷ്, അരുൺ കുമാർ, GV മിഥുൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.